നമസ്കാരം. ഈ ദിനത്തിലെ സമഗ്ര വാർത്തകളുമായി വാർത്താ മഴ ആരംഭിക്കുകയാണ്. ഞാൻ അസിത സഹീർ. വിശദമായ റിപ്പോർട്ടുകളിലേക്ക്. വിഴിഞ്ഞം തുറമുഖത്തിൽ MSCക്ക് കുത്തകാവകാശം ഉണ്ടാകില്ലെന്ന് അദാനി പോർട്സ്. തുറമുഖത്തെത്താൻ ആഗ്രഹിക്കുന്ന എല്ലാ കപ്പലുകൾക്കും സേവനം നൽകുമെന്ന MSCക്ക് പ്രത്യേക ബർത്ത് ഉണ്ടാകില്ലെന്നും അദാനി പോർട്സ് CEO അശ്വിനി ഗുപ്ത അറിയിച്ചു. ഓഹരി കൈമാറ്റം നടന്നാലും തുറമുഖത്തിന്റെ ഉടമസ്ഥാവകാശത്തിൽ മാറ്റം വരില്ലെന്നും അദാനി പോർട്സ് വ്യക്തമാക്കി. വിഴിഞ്ഞം തുറമുഖത്തിന്റെ നടത്തിപ്പ് കമ്പനിയുടെ ഓഹരി ആഗോള ഷിപ്പിംഗ് കമ്പനിയായ MSCക്ക് വിൽക്കുമ്പോൾ അവർക്ക് കുത്തകാവകാശം ലഭിക്കുമെന്നതായിരുന്നു പ്രധാന ആശങ്ക. ഈ ആശങ്ക അദാനി പോർട്സ് അധികൃതർ തള്ളിക്കളയുകയാണ്. ഓഹരി കൈമാറ്റത്തോടെ വിഴിഞ്ഞത്ത് MSCക്ക് കുത്തകാവകാശം ഉണ്ടാവില്ലെന്ന് അദാനി പോർട്സ് CEO അശ്വിനി ഗുപ്ത വ്യക്തമാക്കി. വിഴിഞ്ഞം ഓപ്പൺ ആക്സസ് തുറമുഖമായി തുടരും. MSCക്കോ അവരുടെ അനുബന്ധ കമ്പനിക്കോ പ്രത്യേക ബർത്താവകാശങ്ങൾ ഉണ്ടാകില്ല. കൺസഷൻ കരാറിലെ വ്യവസ്ഥകൾ പാലിച്ചുകൊണ്ട് പൊതു ഉപയോഗത്തിലുള്ള ടെർമിനലായി തന്നെ തുറമുഖം പ്രവർത്തിക്കും. തുറമുഖ കമ്പനിയിലെ ഓഹരി കൈമാറ്റം നടന്നാലും ഉടമസ്ഥാവകാശത്തിൽ മാറ്റമില്ലെന്നും അദാനി പോർട്സ് അറിയിച്ചു. പദ്ധതിയുടെ ഭൂരിപക്ഷ നിയന്ത്രണം അദാനി പോർട്സിന് തന്നെ. ഡയറക്ടർ ബോർഡിലെ ഭൂരിഭാഗം ഡയറക്ടർമാരെയും നിയമിക്കുന്നതും തുറമുഖത്തിന്റെ പ്രവർത്തനത്തിന് മേൽനോട്ടം വഹിക്കുന്നതും അദാനി പോർട്സ് തന്നെയായിരിക്കും. ഓഹരി കൈമാറ്റത്തിൽ കമ്പനി കരാർ ലംഘനം നടത്തിയിട്ടില്ല. നിയമപരമായി നിലനിൽക്കുന്ന ബൈൻഡിംഗ് കരാർ ഇല്ലാത്തതുകൊണ്ടാണ് സംസ്ഥാന സർക്കാരിൽ നിന്ന് മുൻകൂർ അനുമതി വാങ്ങാത്തതെന്നാണ് അദാനി പോർട്സ് CEO അച്ചടി മാധ്യമങ്ങൾക്ക് നൽകിയ അഭിമുഖത്തിൽ പറയുന്നത്. 24 തിരുവനന്തപുരം. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ രോഗികൾ തറയിൽ കിടക്കുന്നത് ഒഴിവാക്കാൻ ഇടപെടലുമായി ആരോഗ്യവകുപ്പ്. തിരക്ക് കൂടുതലുള്ള വിഭാഗങ്ങളിൽ നിന്ന് രോഗികളെ പുലയനാർകോട്ട ആശുപത്രിയിലേക്ക് മാറ്റുമെന്ന് ആരോഗ്യമന്ത്രി K മുരളീധരൻ അറിയിച്ചു. മന്ത്രിയുടെ അധ്യക്ഷതയിൽ ചേർന്ന ഉന്നതതല യോഗത്തിലാണ് തീരുമാനം. റിനു ശ്രീധർ ചേരുകയാണ്. റിനു, കഴിഞ്ഞ ദിവസവും 24 ഇത്തരമൊരു സംഭവം റിപ്പോർട്ട് ചെയ്തിരുന്നു. എന്തായാലും അതിന് പിന്നാലെ ഇടപെടൽ ഉണ്ടാകുന്നു. ആശ്വാസകരമായ തീരുമാനമാണ്. എങ്ങനെയൊക്കെയായിരിക്കും ക്രമീകരണം? അസിത, തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ അടക്കം ഈ കിടപ്പ് രോഗികൾ അല്ലെങ്കിൽ അഡ്മിറ്റ് ചെയ്തിരിക്കുന്ന രോഗികൾ തറയിൽ കിടക്കുന്ന ഒരു സാഹചര്യം അത് വാർത്തയായൊക്കെ തന്നെ പുറത്തു വരുന്നു. സോഷ്യൽ മീഡിയയിലൂടെയൊക്കെ തന്നെ പുറത്തു വരുന്നു. ഇതിന്റെ പശ്ചാത്തലത്തിലാണ് ആരോഗ്യ വകുപ്പ് മന്ത്രി K മുരളീധരൻ ഈ ഒരു ഉന്നതതല യോഗം വിളിച്ചു ചേർത്തത്. ആ ഉന്നതതല യോഗത്തിലാണ് ഇപ്പോൾ തീരുമാനമെടുത്തിരിക്കുന്നത്. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ രോഗികളെ തറയിൽ കിടക്കുന്നത് ഒഴിവാക്കുമെന്നുള്ളതാണ് ആ തീരുമാനം. തിരക്ക് കൂടുതലുള്ള ജനറൽ മെഡിസിൻ ഉൾപ്പെടെയുള്ള വിഭാഗങ്ങളിൽ നിന്ന് ഈ പുലയനാർ കോട്ടയിലെ ആശുപത്രിയിലേക്ക് രോഗികളെ മാറ്റുമെന്നുള്ളതാണ്. 500-ലധികം കിടക്കകൾ അവിടെ ക്രമീകരിച്ചിട്ടുണ്ട്. നിലവിൽ പകർച്ചവ്യാധികളൊക്കെ തന്നെ നിലനിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ വലിയൊരു പ്രതിസന്ധിയാണ്. ഈ രോഗികളൊക്കെ എണ്ണം വലിയ രീതിയിൽ വർദ്ധിക്കുന്ന ഒരു സാഹചര്യം കൂടി നിലവിലുണ്ട്. അതുകൊണ്ടാണ് ഈ ഒരു തീരുമാനം എന്നുള്ളതാണ്. എന്തായാലും നിലവിൽ പുലയനാർ കോട്ടയിലേക്ക് മാറ്റുന്നതിന് വേണ്ടിയാണ് തീരുമാനിച്ചിട്ടുള്ളത്. അവിടെ എല്ലാ രീതിയിലുള്ള സൗകര്യങ്ങളും ക്രമീകരണങ്ങളും ഏർപ്പെടുത്തുമെന്നും മന്ത്രി അറിയിച്ചിട്ടുണ്ട്. ശരി, റിനു ശ്രീധറാണ് വിവരങ്ങൾ നൽകിയത്. പത്തനംതിട്ടയിൽ 9ാം ക്ലാസ് വിദ്യാർത്ഥിനിയായ 13 വയസ്സുകാരിയെ സഹപാഠികൾ പീഡിപ്പിച്ചു. പല സ്ഥലങ്ങളിൽ എത്തിച്ചായിരുന്നു പീഡനം. സംഭവത്തിൽ ഒരു പെൺകുട്ടിയടക്കം 10 പേരെ പോലീസ് പ്രതി ചേർത്തു. പ്രായപൂർത്തിയാകാത്ത 4 പേരടക്കം 6 പേരെ പോലീസ് കസ്റ്റഡിയിലെടുത്തെങ്കിലും പിന്നീട് വിട്ടയച്ചു. പെൺകുട്ടിയുടെ മൊഴികളിലെ വൈരുദ്ധ്യത്തെ തുടർന്നാണ് കസ്റ്റഡിയിലെടുത്തവരെ വിട്ടയച്ചത്. സ്കൂളിൽ നടന്ന കൌൺസലിംഗിനിടെയായിരുന്നു പെൺകുട്ടിയുടെ വെളിപ്പെടുത്തൽ. കഴിഞ്ഞ മെയ് മാസമായിരുന്നു സംഭവം. 9ാം ക്ലാസ്സിൽ പഠിക്കുന്ന 13 വയസ്സുകാരിയെ 10 പേർ പലതവണ പീഡിപ്പിച്ചെന്ന് പോലീസ് പറഞ്ഞു. സ്കൂളിലും പ്രതിയാക്കപ്പെട്ട പെൺകുട്ടിയുടെ വീട്ടിലും എത്തിച്ചായിരുന്നു പീഡനം. സ്കൂളിലെ ശുചിമുറിയിൽ വെച്ചും പെൺകുട്ടിയെ പീഡനത്തിനിരയാക്കി. പ്രതിപ്പട്ടികയിലുള്ള 4 പേർ പ്രായപൂർത്തിയാകാത്തവരാണ്. സ്കൂളിൽ നടന്ന കൌൺസിലിംഗിനിടെ ചൈൽഡ് ലൈൻ അധികൃതരോടായിരുന്നു പീഡന വിവരം പെൺകുട്ടി പറഞ്ഞത്. സഹപാഠികൾ പെൺകുട്ടിയെ ഒരുമിച്ച് പീഡനത്തിനിരയാക്കിയതായും പോലീസിന് വിവരം ലഭിച്ചു. സംഭവത്തിൽ ഗൗരവമായ നടപടികൾ ഉണ്ടാകുമെന്ന് മന്ത്രി PC വിഷ്ണുനാഥ് പറഞ്ഞു. ഇത്തരം സംഭവങ്ങൾ നമുക്ക് വലിയ വിഷമമുണ്ടാക്കുന്നതാണ്. അതുമാത്രമല്ല, അത്തരം കാര്യങ്ങൾ കുട്ടികൾ തന്നെ ഇതിൽ ഇൻവോൾവ് ചെയ്യപ്പെടുന്നു എന്നുള്ളത് നമ്മുടെ സമൂഹം എത്തി നിൽക്കുന്ന വളരെ അപകടകരമായ ഒരു അവസ്ഥയിലേക്കാണ് അത് പോകുന്നത്. ആ കാര്യത്തിൽ ഗൗരവമായ മറ്റു നടപടികൾ ഉണ്ടാകും. പെൺകുട്ടിയുടെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ വിശദമായ അന്വേഷണം നടത്താനുള്ള തീരുമാനത്തിലാണ് പോലീസ്. പീഡനത്തിന് ഒത്താശ ചെയ്ത പെൺകുട്ടിയെക്കുറിച്ചും പോലീസ് വിശദമായി അന്വേഷിക്കുന്നുണ്ട്. 6 പേരെ കൂടൽ പോലീസ് കസ്റ്റഡിയിലെടുത്ത് വിശദമായി ചോദ്യം ചെയ്തു. എന്നാൽ പെൺകുട്ടിയുടെ മൊഴികളിലെ വൈരുദ്ധ്യത്തെ തുടർന്ന് കസ്റ്റഡിയിലെടുത്തവരെ ഇന്ന് വൈകിട്ടോടെ വിട്ടയച്ചു. ഇതിലൊരാൾ നേരത്തെ പത്തനംതിട്ടയിൽ പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ 50-ലധികം പേർ ചേർന്ന് പീഡിപ്പിച്ച കേസിലെ പ്രതി കൂടിയാണ്. മാധ്യമ വാർത്തകളുടെ അടിസ്ഥാനത്തിൽ ബാലാവകാശ കമ്മീഷൻ സ്വമേധയാ കേസെടുത്തു. പോലീസിനോട് കമ്മീഷൻ റിപ്പോർട്ടും തേടി. 24 പത്തനംതിട്ട. ശ്വേത മേനോനെതിരെ രൂക്ഷ വിമർശനവുമായി അഭിനേതാക്കളുടെ സംഘടനയായ അമ്മയിലെ ഒരു വിഭാഗം സംഘടനയെ രാഷ്ട്രീയ അജണ്ടയ്ക്കായി മാറ്റിയെന്നും വലിയ സാമ്പത്തിക ക്രമക്കേട് നടന്നെന്നും നടിമാർ ആരോപിച്ചു.
മമ്മൂട്ടിയുടെയും മോഹൻലാലിന്റെയും പിന്തുണ തനിക്കുണ്ടെന്ന് ശ്വേതാ മേനോൻ ഫേസ്ബുക്കിൽ കുറിച്ചു. സർക്കാർ ഇടപെടേണ്ട കാര്യങ്ങളിൽ ഇടപെടുമെന്ന് സാംസ്കാരിക മന്ത്രി PC വിഷ്ണുനാഥ് പറഞ്ഞു. നിയമപരമായി മുന്നോട്ടു പോകുമെന്ന നിലപാടിൽ ശ്വേതാ മേനോൻ. മറുവശത്ത് ശ്വേതയ്ക്കെതിരെ ഗുരുതര സാമ്പത്തിക ക്രമക്കേടും രാഷ്ട്രീയ ഡീലും ഉൾപ്പെടെ ഉയർത്തി ഒരു വിഭാഗം. ശ്വേതാ മേനോൻ സംഘടനയെ ആകെ പ്രതിസന്ധിയിലാക്കിയെന്ന നടിമാരായ ഉഷാ ഹസീനയും മാലാ പാർവതിയും അൻസിബയും. അമ്മയെ കാവ്യവൽക്കരിക്കാനാണ് ശ്വേതയുടെ ശ്രമമെന്ന ഗുരുതരാരോപണവും നടിമാർ ഉയർത്തുന്നു. അമ്മയിൽ നിന്ന് സ്ഥാനാർത്ഥികളെ നൽകാമെന്ന് വാഗ്ദാനം ചെയ്ത് ശ്വേത BJPയിൽ നിന്ന് 2 കോടി രൂപ വാങ്ങി. ഇത് ബാബുരാജ് ജനറൽ ബോഡിയിൽ ഉന്നയിച്ചപ്പോൾ ശ്വേതയ്ക്ക് മറുപടിയില്ലായിരുന്നുവെന്നും വിമർശനം. ബാബുരാജ് ഒരു ആരോപണം മുന്നോട്ട് വെച്ചു. ഒരു പ്രത്യേക പാർട്ടിയിൽ നിന്നും 2 കോടി രൂപ വാങ്ങിയില്ലെങ്കിൽ ഇവരെ ഇറങ്ങി ഓടി അവിടുന്ന്. എന്തിനാണ് ഓടുന്നത്? നമ്മളോടൊരു അനാവശ്യമായ ആരോപണം പറഞ്ഞാൽ തിരിഞ്ഞു നിന്ന് താൻ ആരോടൊന്നുമില്ല തിരിച്ചു ചോദിക്കുക. അങ്ങനെ ചോദിക്കാതെ അവരിറങ്ങി ഓടിയത് എന്തിനാണ്? വിവാദ ദല്ലാൾ നന്ദകുമാറിന്റെ കയ്യിൽ നിന്നും സംഘടനയ്ക്കായി 1 കോടി രൂപ വാങ്ങിയെന്ന് ആദ്യം പറയുന്നു. റിപ്പോർട്ട് വന്നപ്പോൾ അത് 75 ലക്ഷമായി. ബാക്കി 25 ലക്ഷം രൂപ എവിടെയെന്നത് വ്യക്തമാക്കണമെന്ന് അൻസിബ. സാമ്പത്തിക ക്രമക്കേടുകൾ ചോദ്യം ചെയ്തപ്പോൾ അൻസിബയെ ജിഹാദിയാക്കിയെന്ന് ഉഷാ ഹസീന. വളരെ മോശമായ കാര്യമാണ് ചെയ്തത്. എന്താ ചെയ്തത്? വിശ്വാസപൂർവ്വം ഒരു ജനപ്രതിനിധി കൂടിയായ ഒരു സഹപ്രവർത്തകൻ, എത്രയോ വർഷങ്ങളായിട്ട് പരിചയമുള്ള സഹപ്രവർത്തകനാണ്. അദ്ദേഹം വളരെ പേഴ്സണലായിട്ട് സംസാരിച്ച ഒരു ഓഡിയോ ക്ലിപ്പ് അവർ പുറത്തുവിട്ടിരിക്കുകയാണ്. ആ ഓഡിയോ ക്ലിപ്പില് പല ഭാഗത്തും അവർ സംസാരിച്ചത് മ്യൂട്ട് ചെയ്തിട്ടുണ്ട്. അമ്മ സംഘടനയ്ക്ക് അകത്തുതന്നെ പരിശോധന വേണമെന്നും സർക്കാർ ഇടപെടേണ്ട കാര്യങ്ങളിൽ ഇടപെടുമെന്നും സാംസ്കാരിക മന്ത്രി PC വിഷ്ണുനാഥ് പറഞ്ഞു. ആശാസ്യകരമായ രൂപത്തിലുള്ള കാര്യങ്ങളല്ല ഒന്നും വരുന്നത്. അതുകൊണ്ട് ഞാൻ പറഞ്ഞു, ഗവൺമെന്റിന്റെ ഇടപെടൽ ആവശ്യമായ എല്ലാ കാര്യങ്ങളും ഗവൺമെന്റ് ഇടപെടും. പക്ഷെ സംഘടനയ്ക്ക് അകത്തുനിന്നുള്ള കാര്യങ്ങൾ ഇത്തരം അകത്തുള്ള പരിശോധന ഉണ്ടാകണം. ഇത്രയും നാളായിട്ടും പ്രശ്നം തീരുന്നില്ല എന്നുള്ളത് ഒട്ടും നല്ലതല്ല മലയാള സിനിമയ്ക്കും സിനിമയുമായി ബന്ധപ്പെട്ട സംഘടനയ്ക്കും. അഡ്ഹോക് കമ്മിറ്റിയുമായി ബന്ധപ്പെട്ട കേസ് അടുത്ത 13-ാം തീയതി കോടതി പരിഗണിക്കും. 24 കൊച്ചി. വ്യവസായ ലോകത്തിന് പ്രചോദനമായി 24 ബിസിനസ് എക്സലൻസ് അവാർഡുകൾ വിതരണം ചെയ്തു. ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയിൽ നിന്ന് സ്വന്തം മേഖലയിൽ മികവിന്റെ കയ്യൊപ്പ് ചാർത്തിയവർ അവാർഡ് ഏറ്റുവാങ്ങി. വെല്ലുവിളികളെ സധൈര്യം നേരിട്ടവരാണ് പുരസ്കാര തിളക്കത്തിൽ നിൽക്കുന്നതെന്ന് രമേശ് ചെന്നിത്തല പറഞ്ഞു. കഠിനാധ്വാനത്തിലൂടെയും കാഴ്ചപ്പാടിലൂടെയും പടിപടിയായി സംരംഭം വളർത്തിയവർ, നാടിന്റെ വികസനത്തിന് കൂട്ടായി നിന്നവർ, അവർക്ക് 24ന്റെ ആദരം. നമ്മുടെ ഫ്ലവേഴ്സിലും 24-ലുമൊക്കെ നിരന്തരം പരസ്യം ചെയ്യുകയും കേരളത്തിൻ്റെ വ്യവസായ രംഗത്തും ദക്ഷിണേന്ത്യൻ വ്യവസായ മേഖലയിലും ഒക്കെ വളരെ സജീവമായ സാന്നിധ്യം ഉറപ്പിക്കുകയും അതുപോലെ നമുക്കെല്ലാം അഭിമാനത്തോടെ ഓർക്കാൻ കഴിയുകയും ചെയ്യുന്ന കുറച്ചധികം സംരംഭകർക്കാണ് ഈ 24ന്റെ ബിസിനസ് എക്സലൻസ് അവാർഡ് നൽകുന്നത്. 15 വിഭാഗങ്ങളിലായിരുന്നു 24 ബിസിനസ് അവാർഡ്സ്. അവാർഡുകൾ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല സമ്മാനിച്ചു. കൈരളി അഗ്രികൾച്ചർ മൾട്ടി സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി ചെയർമാൻ KV അശോകൻ പാരിസ്ഥിതിക സുസ്ഥിരതയിലെ മികവിനുള്ള പുരസ്കാരം ഏറ്റുവാങ്ങി. ഉന്നത വിദ്യാഭ്യാസ രംഗത്തെ മികവുറ്റ പ്രവർത്തനത്തിന് നെഹ്റു ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻ ചെയർമാൻ അഡ്വക്കേറ്റ് ഡോക്ടർ P കൃഷ്ണദാസ് അർഹനായി. ജ്വല്ലറി രംഗത്തെ മികവിന് മഹാരാജ ഗോൾഡ് ആൻഡ് ഡയമണ്ട് CEO റഫീഖ് മോൻ M അവാർഡ് ഏറ്റുവാങ്ങി. സാമൂഹിക ഉത്തരവാദിത്വത്തിനുള്ള പുരസ്കാരം വി-ഗാർഡ് ഇൻഡസ്ട്രീസ് ലിമിറ്റഡിന്റെയും വി-ഗാർഡ് ഫൗണ്ടേഷന്റെയും ഡയറക്ടർ ഡോക്ടർ റീന മിഥുൻ ചിറ്റിലപ്പള്ളിക്കായിരുന്നു. സ്വർണ്ണപ്പണയ രംഗത്തെ മികച്ച പ്രവർത്തനത്തിന് UGS ഗോൾഡ് ലോൺ മാനേജിംഗ് ഡയറക്ടർ അജിത്ത് പാലാട്ടും മികച്ച IAS അക്കാദമിക്കുള്ള പുരസ്കാരം ഫോർച്യൂൺ IAS അക്കാദമി ഡയറക്ടർ സൈലേഷ് ഫെർണാണ്ടസും ഏറ്റുവാങ്ങി. ആയുർവേദ മരുന്ന് നിർമ്മാണ രംഗത്തെ മികവിന് MVM ആയുർവേദിക് റിസർച്ച് ലാബ് പാർട്ണർ ഡോക്ടർ ഷാനു K ബാബുവിനും മികച്ച ഹെയർ ട്രാൻസ്പ്ലാന്റ് വിഭാഗത്തിനുള്ള പുരസ്കാരം ഹെയറോഡെന്റ് MD ഡോക്ടർ ശ്രീനാഥ് എസിനുമായിരുന്നു. പിട്ടാപ്പിള്ളിയിൽ ഏജൻസീസ് MD പീറ്റർ പോൾ പിട്ടാപ്പിള്ളിയിൽ ഇലക്ട്രോണിക് ഹോം അപ്ലയൻസസ് രംഗത്തെ മികവിനുള്ള പുരസ്കാരം സ്വന്തമാക്കി. DBPL ഹോംസിന്റെ ചെയർമാനും മാനേജിംഗ് ഡയറക്ടറുമായ KA പത്മകുമാറാണ് മികച്ച ബിൽഡർ. ഐസ്ക്രീം നിർമ്മാണ രംഗത്തെ മികവിന് ട്രീസാസ് ഫുഡ് ക്രാഫ്റ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ് MD ജോസഫ് M കടമ്പുകാട്ടിലിന് പുരസ്കാരം. മികച്ച ഓസ്ട്രേലിയൻ എഡ്യൂക്കേഷനുള്ള അവാർഡ് ആംബെ സർവീസസിനായിരുന്നു. നിർമ്മാണ സാമഗ്രികളുടെ മികവിനുള്ള പുരസ്കാരം കള്ളിയത്ത് ഗ്രൂപ്പ് എക്സിക്യൂട്ടീവ് ഡയറക്ടർ ദൃശ്യ K മുഹമ്മദിനും ലഭിച്ചു. റിയലോക്സി ഓൺലൈൻ മാർക്കറ്റ് പ്ലേസ് ആപ്ലിക്കേഷന്റെ ഫൗണ്ടറും CEOയുമായ ലുക്മാനുൽ ഹക്കീം മികച്ച ഇന്നവേറ്റീവ് ആപ്പിനുള്ള പുരസ്കാരം ഏറ്റുവാങ്ങിയപ്പോൾ ബിസ്ക്കറ്റ് നിർമ്മാണ രംഗത്തെ മികവിന് ക്രേസ് ബിസ്ക്കറ്റ്സ് മാനേജിംഗ് ഡയറക്ടർ അലി സിയാനും ബിസിനസ് എക്സലൻസ് അവാർഡുകൾ സ്വന്തമാക്കി.
24 കൊച്ചി. സാധാരണക്കാരിൽ സാമ്പത്തിക അവബോധം സൃഷ്ടിക്കാനും സംരംഭകരെ പ്രോത്സാഹിപ്പിക്കാനുമായി 24 ബിസിനസ് ചാനൽ പ്രൗഢഗംഭീരമായ ചടങ്ങിൽ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല ബിസിനസ് ചാനലിന്റെ പേജ് പ്രകാശനം ചെയ്തു. സാമ്പത്തിക മേഖലയിലെ വാർത്തകൾ സാധാരണക്കാർക്ക് ചാനലിലൂടെ മനസ്സിലാക്കാം. സർക്കാർ പദ്ധതികൾ, മാർക്കറ്റിലെ ചലനങ്ങൾ, ഇൻഷുറൻസ്, അഭിമുഖങ്ങൾ എന്നിവയെല്ലാം പുതിയ ബിസിനസ് ചാനൽ പേജിന്റെ പ്രത്യേകതകളാണ്. ചീഫ് എഡിറ്റർ ആർ ശ്രീകണ്ഠൻ നായർ ലഹരിക്കെതിരെ നടത്തിയ യാത്ര ഓപ്പറേഷൻ തുഫാൻ ദൌത്യത്തിന് പ്രചോദനമായെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. 24 ബിസിനസ് എക്സലൻസ് അവാർഡിനെത്തിയ മുഴുവൻ ആളുകളെയും തൂഫാൻ വാരിയറായി പ്രഖ്യാപിച്ച മന്ത്രി 24ന്റെ എല്ലാ ഉദ്യമങ്ങളെയും അഭിനന്ദിച്ചു. ലഹരിയുടെ വേരറുക്കാൻ ഓപ്പറേഷൻ തൂഫാനുമായി മുന്നേറുന്ന ആഭ്യന്തരമന്ത്രി വഴികാട്ടിയായി തീർന്ന SKN40 എന്ന യാത്രയെ ഓർത്തെടുത്തു. 24 ചീഫ് എഡിറ്റർ ആർ ശ്രീകണ്ഠൻ നായർ ലഹരിക്കെതിരെ വലിയ പോരാട്ടം നടത്തി. ഓപ്പറേഷൻ തൂഫാൻ എന്ന ആശയത്തിന് കാരണമായി തീർന്നു. മന്ത്രി പറഞ്ഞു, നമ്മുടെ നാടിനെ മുടിക്കുന്ന രാസലഹരിക്കെതിരെയുള്ള വലിയൊരു പോരാട്ടം അദ്ദേഹം കേരളം മുഴുവൻ സഞ്ചരിച്ച് നടത്തുകയുണ്ടായി. ഇന്ന് ഇവിടെ സമ്മേളിച്ചിരിക്കാൻ നിങ്ങൾ ഓരോരുത്തരെയും തുഫാൻ വാരിയറായി പ്രഖ്യാപിക്കാൻ ഈ അവസരം ഞാൻ വിനിയോഗിക്കുകയാണ്. നമ്മൾ SKN40 എന്ന പരിപാടിയിലൂടെ നമ്മൾ കേരളത്തിലെ എല്ലാ ജില്ലകളിലും ഒരു 31 ദിവസം നടന്നു കഴിഞ്ഞപ്പോൾ അത് എനിക്ക് തോന്നുന്നു എപ്പോഴും അദ്ദേഹം കാണാനിടയായി. അപ്പോൾ അദ്ദേഹം പറഞ്ഞൊരു നിമിത്തമായി അദ്ദേഹത്തിൻ്റെ ഒരു പര്യടനം എന്ന നിലയിൽ കേരളത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വീക്കെൻഡുകളിലൊക്കെ യാത്ര ചെയ്ത് ഈ ബോധവൽക്കരിക്കാൻ നടന്നു. അദ്ദേഹത്തിന് ആഭ്യന്തരമന്ത്രിയുടെ ഒരു കസേര കിട്ടിയപ്പോൾ അദ്ദേഹം അത് വളരെ സിസ്റ്റമാറ്റിക്കായിട്ട് വ്യവസ്ഥാപിതമായിട്ട് ഓപ്പറേഷൻ തൂഫാൻ, ദ നാർക്കോ ഫണ്ട് എന്ന് പറയുന്ന ആൻറ്റി ഡ്രഗ് ക്യാമ്പയിൻ അതിൻ്റെ അർഹിക്കുന്ന ശക്തിയോടെ കേരളത്തിൽ നടത്തുന്നു എന്നുള്ളത് സന്തോഷമാണ്. 24 ബിസിനസ് എക്സലൻസ് അവാർഡ് ചടങ്ങിൽ പങ്കെടുത്ത മുഴുവൻ ആളുകളെയും തൂഫാൻ വാരിയറായി രമേശ് ചെന്നിത്തല പ്രഖ്യാപിച്ചു. ഓപ്പറേഷൻ തൂഫാന്റെ അടുത്ത ഘട്ടം തൂഫാൻ കെയർ ആണ്. ലഹരിയിൽ നിന്ന് ആളുകളെ മുക്തരാക്കി ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരിക എന്നതാണ് ആഭ്യന്തര വകുപ്പ് ലക്ഷ്യമിടുന്നത്. 24 കൊച്ചി. ഇനി ചില വാർത്തകൾ ചുരുക്കത്തിൽ നോക്കാം. വീണ്ടും ഗൾഫ് രാജ്യങ്ങൾ സന്ദർശിക്കാൻ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ ഖത്തർ, ബഹ്റൈൻ, കുവൈറ്റ്, ഒമാൻ എന്നീ രാജ്യങ്ങൾ സന്ദർശിക്കും. ജമ്മു കാശ്മീരിലെ ഷോപ്പിയാനിൽ ഏറ്റുമുട്ടൽ, 2 ഭീകരരെ സുരക്ഷാ സേന വളഞ്ഞു. KSRTCയുടെ പ്രിയദർശിനി പദ്ധതിക്കെതിരായ പരാതികൾ പഠിക്കാൻ സമിതിയെ നിയോഗിക്കാൻ സർക്കാർ. സ്വകാര്യ ബസ് ഉടമകളുടെ പ്രതിസന്ധി പരിഹരിക്കുകയാണ് ലക്ഷ്യം. ഡൽഹി കലാപ ഗൂഢാലോചന കേസിൽ പ്രതികളുടെ ജാമ്യം നിഷേധിച്ച ഡൽഹി കോടതി. സുപ്രീംകോടതി ജാമ്യം നിഷേധിച്ച വിധി പാലിക്കുകയല്ലാതെ മറ്റു മാർഗമില്ലെന്ന് കോടതി. ലക്ഷദ്വീപിൽ കൂട്ടപ്പിരിച്ചുവിടൽ, 48 സർക്കാർ ജീവനക്കാരെ പിരിച്ചുവിട്ടു. പ്രത്യേക റിവ്യൂ കമ്മിറ്റിയുടെ ശുപാർശ പ്രകാരമാണ് നടപടി. ആലുവ അത്താണിയിൽ MDMAയുമായി അഭിഭാഷകനടക്കം 2 പേർ പിടിയിൽ. ഹൈക്കോടതി അഭിഭാഷകനായ ചെല്ലാനം സ്വദേശി വിക്ടർ ജോസ്, മട്ടാഞ്ചേരി സ്വദേശി റിസ്വാൻ എന്നിവരാണ് പിടിയിലായത്. ജമ്മുകാശ്മീരിലെ സ്കൂൾ ലൈബ്രറികളിൽ തീവ്രവാദികളെയും വിഘടനവാദികളെയും മഹത്വവൽക്കരിക്കുന്ന പുസ്തകങ്ങൾ വിതരണം ചെയ്തതിൽ നടപടി. 8 ഉദ്യോഗസ്ഥരെ ലഫ്റ്റനന്റ് ഗവർണർ മനോജ് സിൻഹ സസ്പെൻഡ് ചെയ്തു. സമഗ്ര ശിക്ഷാ അഭിയാൻ പദ്ധതിക്ക് കീഴിൽ വിതരണം ചെയ്ത പുസ്തകങ്ങളിൽ ഭീകരനായ മക്ബൂൽ ഭട്ടിനെ രക്തസാക്ഷിയായി ചിത്രീകരിക്കുകയും ജമ്മുകാശ്മീരിനെ ഇന്ത്യൻ അധീന കശ്മീർ എന്ന് വിശേഷിപ്പിക്കുകയും ചെയ്തിരുന്നു. BJP അടക്കമുള്ള പ്രതിപക്ഷ പാർട്ടികൾ പ്രതിഷേധം ശക്തമാക്കിയതിന് പിന്നാലെയാണ് നടപടി. വിഷയത്തിൽ ഗവർണർ ഉന്നതതല അന്വേഷണത്തിന് ഉത്തരവിട്ടു. 30 ദിവസത്തിനകം റിപ്പോർട്ട് സമർപ്പിക്കാനാണ് നിർദ്ദേശം. വാർത്താമഴ ഇതോടെ പൂർണ്ണമാകുകയാണ്. നമസ്കാരം.
ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.